എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സ്നേഹിതൻ, ഓസ്ട്രേലിയയിലുള്ള വ്യക്തിയെ ഞാനിങ്ങനെ അദ്ദേഹത്തിൻ്റെ വീട്ടിലിരുന്ന് സംസാരിച്ച് പരിചയപ്പെട്ടുകൊണ്ടിരുന്നു. അപ്പോൾ അദ്ദേഹമായിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുക, വർഷങ്ങളായിട്ട് അദ്ദേഹം ഓസ്ട്രേലിയയിലാണ്, മലയാളിയാണ്, പക്ഷേ ഓസ്ട്രേലിയൻ പൗരനാണ്. അദ്ദേഹം പറയുക, അവിടെ രാഷ്ട്രീയം എന്നത് ജനത്തിന് വലിയ താല്പര്യമൊന്നുമുള്ള ഒരു വിഷയമല്ല. രാഷ്ട്രീയ നേതാവാകാൻ അവിടെ വ്യക്തികൾക്ക് താല്പര്യവും ഇല്ല. കാരണം അവിടെ ഒരു IT വിദഗ്ധന് കിട്ടുന്നതിൻ്റെ 1/3 വരുമാനമേ രാഷ്ട്രീയക്കാരന് കിട്ടുള്ളൂ. കിട്ടുന്നിടത്തെല്ലാം കൈയിട്ട് വാരി നക്കുന്ന പരിപാടിയൊന്നും അവിടെ ഇല്ലാത്തത് കൊണ്ട് ഇതൊരു വലിയ ആസ്വാദ്യമായ സംഭവമൊന്നുമല്ല. കമ്മീഷനൊക്കെ ഉണ്ടെങ്കിൽ അത് വലിയ വലിയ പദ്ധതികളുടെ തലപ്പത്തൊക്കെ വല്ലതും ഉണ്ടെങ്കിൽ എന്നുള്ളതല്ലാതെ ഈ രാഷ്ട്രീയം ഒരു ബിസിനസ്സോ ഉപജീവന മാർഗമോ സമ്പാദ്യമാർഗമോ ഒന്നുമല്ല ഓസ്ട്രേലിയയിൽ. അതുകൊണ്ട് അവിടുത്തുകാരനൊന്നും ഇതിന് നിൽക്കാറില്ല. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ ഇലക്ഷനോ ഒരു മലയാളിക്കെങ്ങാനും താല്പര്യം ഉണ്ടെന്നറിഞ്ഞാൽ അവൻ അവിടുത്തെ പൗരനിലൂടെയാണെങ്കിൽ അവനെ എങ്ങനെയാലും പിടിച്ച് അവിടെ നിർത്തും. പക്ഷേ അവനും നിൽക്കുകയില്ല. കാരണം അവനൊരു IT ജോലിക്കാരനൊക്കെ ആണെങ്കിൽ ആ ജോലിക്കകത്തുനിന്ന് കിട്ടുന്നതിൻ്റെ 1/3 ഇതിനകത്തുനിന്ന് കിട്ടുകയുള്ളൂ. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ ഇലക്ഷൻ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഇലക്ഷനൊക്കെ ഇപ്പം നടക്കുക. പ്രശ്നം എന്നാന്ന് ചോദിച്ചാൽ നമ്മുടെ ഈ കേരളത്തിലെ പോലെ ഒന്നുമല്ല. ഏതാണ്ട് 7 ദിവസം വരെയൊക്കെയാണ് ഒരു ഇലക്ഷൻ പ്രക്രിയ നടക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ അക്ഷയ സെൻറ്റർ പോലെ സർക്കാരിൻ്റെ ഓഫീസിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് രാവിലെ 7 മുതൽ വൈകുന്നേരം 7 വരെയോ 10 മണി വരെയോ അവിടെ ഒരു സമയം പുള്ളി പറഞ്ഞു, കൃത്യം ഞാൻ ഓർക്കുന്നില്ല. ആ സമയത്ത് 2 ഉദ്യോഗസ്ഥന്മാർ ഇതിനുള്ള സംവിധാനവും സാഹചര്യമായിട്ട് വന്നവിടെ ഇരിക്കും. ജനം വേണേ ചെന്ന് വോട്ട് ചെയ്തോണം. അവിടെ ക്യൂവും ഇല്ല. അവൻ്റെ ജോലിക്ക് ഒന്നും തടസ്സമില്ലാതെ എപ്പോഴേലും ഒരു സാഹചര്യത്തിൽ അവിടെ ചെന്ന് വോട്ട് ചെയ്തോണം. ഞാൻ ചോദിച്ചു, ചെയ്യുമോ? ചെയ്യാൻ ആർക്കുമേ താല്പര്യമില്ല, നിൽക്കാൻ താല്പര്യമില്ല, വോട്ട് ചെയ്യാനും താല്പര്യമില്ല. പിന്നെ എന്നാ ചെയ്യുന്നത്? എങ്ങനെയാണ് ചെയ്യുന്നത്? അവർ പറഞ്ഞ് ചെയ്തില്ലെങ്കിൽ $800 പിഴ വരും. അത് കഴിഞ്ഞ മാസത്തെ ശമ്പളം വരുമ്പം ഇവൻ ഈ വോട്ട് ചെയ്തിട്ടില്ലെങ്കിൽ $800 ഇവൻ്റെ ശമ്പളത്തിൽ നിന്ന് കുറയ്ക്കും. അല്ലെ ബാങ്കിൽ കിടപ്പുണ്ടെങ്കിൽ അതിനകത്തുനിന്ന് പിടിക്കും. ഈ $800 പോകുമല്ലോ എന്ന് ഓർത്തിട്ട് മാത്രമാണ് അവരവിടെ പോയി വോട്ട് ചെയ്യുന്നത്. ഇത് ഓസ്ട്രേലിയ. ഞാനിത് പറയാൻ കാരണം, ബ്രിട്ടനിലെ ഇലക്ഷൻ പ്രഖ്യാപിച്ചു. അതെന്നാന്ന് ചോദിച്ചാൽ ജൂലൈ മാസം 4-ാം തീയതി. 2019 ഡിസംബറിലാണ് ഇതിനു മുമ്പ് അവിടെ ഇലക്ഷൻ നടന്നത്. അവിടെയും ഞാൻ മനസ്സിലാക്കുന്നത് 5 വർഷം കൂടുമ്പോഴാണ് ഇലക്ഷൻ. 2019 ഇലക്ഷൻ കഴിഞ്ഞ് അത് ഡിസംബറിലാണ് നടന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഇലക്ഷൻ നടക്കേണ്ടത് ഈ ഡിസംബറിലാണ്, 24 ഡിസംബറിൽ നടന്നാൽ മതി. പക്ഷേ ഇന്നലെ മിനിങ്ങാന്ന് വളരെ പെട്ടെന്ന് ആലോചനകളൊക്കെ നടന്നിട്ട് ബ്രിട്ടൻ്റെ പ്രധാനമന്ത്രിയായ ഋഷി സുനക് എന്ന് പറയുന്ന ഇന്ത്യക്കാരൻ, അദ്ദേഹം വളരെ പെട്ടെന്ന് ഇന്നലെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. ജൂലൈ 4-ന് നടത്താൻ തീരുമാനിച്ചു. നമുക്കറിയാം, ഇതിനു മുമ്പിരുന്ന ഒരു പ്രധാനമന്ത്രി ബോറിസ് എൽസിൻ, മുടിയൊക്കെ ഇങ്ങനെ നീട്ടി വളർത്തിയിട്ട, മുടിയൊന്നും ചെയ്യാതെ ഇങ്ങനെ ഇട്ടുകൊണ്ട് നടന്ന ഒരു മനുഷ്യൻ, ചില സാഹചര്യങ്ങൾ മൂലം അദ്ദേഹം ഇറങ്ങിപ്പോയി. ലിസ്ട്രസ് എന്ന് പറയുന്ന ഒരു സ്ത്രീ വന്നിട്ട് അവരെ കൊണ്ട് ഇത് പിടിച്ചു നിർത്താൻ പറ്റിയില്ല, സാമ്പത്തിക പ്രതിസന്ധി. അവരുള്ള കാര്യം പറഞ്ഞു, എന്നെക്കൊണ്ട് ഇത് നടക്കുകയില്ല, എനിക്ക് ഈ പണി അറിയാൻ മേല എന്നും പറഞ്ഞ് അവർ രാജിവെച്ചിറങ്ങിപ്പോയി. കേരളത്തിലൊക്കെ ഉള്ളവരിത് മാതൃകയാക്കി എടുത്താൽ വളരെ നല്ലതാണ്. കടിച്ചു തൂങ്ങിക്കിടക്കാതെ ലിസ്ട്രസിൻ്റെ ഒരു മാതൃക കേരളത്തിലൊക്കെ ഉള്ളവർ എടുക്കുമായിരുന്നെങ്കിൽ പൊതുജനത്തിന് ഒത്തിരി നല്ലതായിരുന്നു. എടുക്കുകയില്ലെന്ന് നമുക്കറിയാം. എന്നതെങ്കിലുമൊക്കെ ന്യായം കിടവൊക്കെ പറഞ്ഞ് നിൽക്കുകയുള്ളൂ. ലിസ്ട്രസ് പറഞ്ഞു, എന്നെക്കൊണ്ട് ഈ പണി അറിയത്തില്ല, ഇത് പിടിച്ചാൽ എൻ്റെ കയ്യിൽ നിൽക്കുകയില്ല. അവർ രാജിവെച്ച് അന്തസ്സായിട്ട് അവരുടെ പണിക്ക് പോയി. അവരെയൊക്കെ ലോകം നന്ദിയോടെ ഓർക്കും. ചില പിശാചുക്കളെയൊക്കെ എല്ലാവരും പ്രാഗി മുടിഞ്ഞ് മുദ്രയിട്ട് പോകണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ചിലരുടെയൊക്കെ ജീവിതത്തിൽ അവരുടെയൊക്കെ തലമുറകളൊക്കെ തേഞ്ഞ് മാഞ്ഞ് പോകും കുറച്ച് കഴിയുമ്പോൾ അതുകൂട്ട് പണി കാണിക്കുന്നുണ്ട്. ഇനി ഈ ലിസ്ട്രസ് പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പം പിന്നീട് വന്ന ആളാണ് ഋഷി സുനക്. അങ്ങേര് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ IMF എന്ന് പറയുന്ന അന്താരാഷ്ട്ര നാണയനിധി എന്നാണ് അവരെ വിളിക്കുന്നത്. അവർ പറഞ്ഞു, വിലക്കയറ്റം ഈ ബോറിസ് എൽസിനും പിന്നെ അദ്ദേഹവും പിന്നെ ഈ ഋഷി സുനക്കും ഒക്കെ ഈ ലിസ്ട്രസും ഒക്കെ ഇരിക്കുന്ന സമയത്ത് വന്ന് നിന്ന തീവ്രമായ വിലക്കയറ്റം ബോറിസ് ജോൺസൺ അദ്ദേഹവും ഈ ലിസ്ട്രസും ഒക്കെ ഇരുന്നപ്പോൾ ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ ഈ ഋഷി സുനക്കൊക്കെ തുടങ്ങിയപ്പോൾ ഉണ്ടായിരുന്ന തീവ്ര വിലക്കയറ്റം 11% നിന്ന്
2.3% താന്നു. 2.3% താന്നു. കഴിഞ്ഞ ദിവസം ഒരു ഇന്ത്യൻ വിദ്യാർത്ഥി എന്നോട് പറയുക, ഞങ്ങൾക്ക് ഒരു കിലോ മത്തി 200 രൂപ കൊടുത്താൽ കിട്ടും. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഭാഗ്യവാന്മാർ, ഞങ്ങൾക്ക് വിഷമടിച്ച് പുഴുത്ത മത്തി വേണം 260 രൂപ കൊടുക്കണം. അവർ പറഞ്ഞില്ല, അവിടെ 1 കിലോ മത്തി 200 രൂപയ്ക്ക് കിട്ടും, നല്ല ഫ്രഷ് നീറ്റ് മത്തി. അപ്പം വില എവിടെ വന്നു? നമ്മുടെ അവസ്ഥ എവിടെ കിടക്കുന്നു? ഇവിടെ കൈ പിടിച്ച് ഞെക്കിയാൽ 4 വയസ്സോടെ പൊട്ടിച്ചീറ്റി പോകുന്ന അമോണിയ ഉൾപ്പെടെയുള്ള ഇൻ്റർനാഷണൽ വിഷവാതകങ്ങൾ മുഴുവൻ അടിച്ച് കയറ്റിയ കെമിക്കൽ മുഴുവൻ അടിച്ച മത്തി വേണമെങ്കിൽ 260 രൂപ. ഇപ്പോൾ ചെറുകിട കച്ചവടക്കാർ മത്തി എടുക്കുന്നു പോലും ഇല്ലെന്നാണ് പറയുന്നത്. എന്തിനും മത്തി കഴിക്കുന്ന പൂച്ചയ്ക്ക് വരെ വയറൊഴിച്ചിലാണെന്നാണ് പറയുന്നത്. ഈ ഒരു അവസ്ഥയിലോട്ട് ഈ കാര്യങ്ങളെത്തി. അപ്പോൾ 11% ഉണ്ടായിരുന്ന വിലക്കയറ്റം 2.3% കുറയ്ക്കാൻ കഴിഞ്ഞു എന്നതാണ് IMF പറയുന്നത്. അപ്പോൾ IMF ഇതൊക്കെ നോക്കുന്നുണ്ട്. നമ്മുടെ രാജ്യത്തെക്കുറിച്ചും നമ്മുടെ സംസ്ഥാനത്തെക്കുറിച്ചുമൊക്കെ IMF ഇതൊക്കെ കാണാഞ്ഞിട്ടൊന്നുമല്ല, പറയുന്നതായ വാർത്തകൾ മുങ്ങിപ്പോകുന്നതുകൊണ്ടാണെന്നുള്ളതാണ് എനിക്കിത് മനസ്സിലാകുന്നത്. ഏതൊക്കെയാലും അതിൻ്റെ കൂട്ടത്തിൽ അവർ പറഞ്ഞു, ഈ വർഷത്തിലെ ഒന്നാം പാദത്തിലെ ആഭ്യന്തര ഉൽപ്പാദനം മികച്ചതായിരുന്നു. രണ്ടാം പാദത്തിലെ ഉൽപ്പാദനവും മികച്ചതാണ്. അതുകൊണ്ട് GDP 0.7% വർദ്ധിക്കുമെന്ന് IMF രാജ്യാന്തര നാണയ നിധി വിലയിരുത്തുന്നു എന്ന റിപ്പോർട്ട് ഇംഗ്ലണ്ടിൽ വെളി വന്നു. അപ്പോൾ അത് നല്ലതാണെന്ന് അവിടുത്തെ ജനത്തിന് മനസ്സിലായി. അവിടുത്തെ ജനത്തിന് മനസ്സിലായ കൂട്ടത്തിൽ ഞാൻ ഈ വീഡിയോ ചെയ്യാൻ ചിന്തിക്കാൻ ഉദ്ദേശിച്ച കാരണം എന്നാന്ന് ചോദിച്ചാൽ, ഒരു കാര്യം കൂടി IMF ഇവരോട് പറഞ്ഞു, ഗവൺമെൻറ്റിനോട്. തെരഞ്ഞെടുപ്പിന് മുമ്പ് പുതിയ നികുതി ഇളവുകൾ പ്രഖ്യാപിക്കരുത്. അന്നേരമായി എനിക്ക് അതിൻ്റെ കളി മനസ്സിലായത് എന്നാന്ന് ചോദിച്ചാൽ, ഇന്ത്യയിലാണെങ്കിൽ ഇലക്ഷന് മുമ്പ് പെട്രോളിന് 10 രൂപ കുറയ്ക്കും, ഡീസലിന് 10 രൂപ കുറയ്ക്കും, ഗ്യാസിന് 10 രൂപ കുറയ്ക്കും. ഗ്യാസിനിപ്പോൾ ഈയിടെ 200 രൂപ കുറച്ചു. എന്നാത്തിനാ? ഇനി വരാൻ പോകുന്ന കളി 2000 കയറ്റി വെക്കാൻ വേണ്ടിയിട്ട് ഒരു 200 കുറച്ചു. പിന്നെ ചിലയിടത്ത് കമ്പ്യൂട്ടർ കൊടുക്കും, ചിലയിടത്ത് സൈക്കിൾ കൊടുക്കും, മിക്സി കൊടുക്കും, വാഷിംഗ് മെഷീൻ കൊടുക്കും. അതൊന്നും കേരളത്തിലല്ല. കേരളത്തിൽ കിറ്റ് കൊടുക്കും. കിറ്റ് മേടിച്ചിട്ട് കുത്തിയവൻ്റെ മുതുകത്തും കുത്തും. എന്നതെങ്കിലും ഇല്ലെങ്കിൽ 3 മാസത്തെ പെൻഷൻ കുടിശ്ശിക, 4 മാസത്തെ പെൻഷൻ കുടിശ്ശിക 2 മാസത്തെ കൊടുക്കും. ജനം ഇതെല്ലാം മറക്കും. 5 കൊല്ലം ചെയ്ത സകല മഹാ അപരാധങ്ങളും മറക്കും. 2 കുടിശ്ശിക കൊടുത്താൽ മതി. 2 കുടിശ്ശിക 1 കുത്തം. അതോടുകൂടി വിവരം അറിയും. ബ്രിട്ടനോട് IMF പറഞ്ഞു, തെരഞ്ഞെടുപ്പിന് മുമ്പ് കൂടുതൽ നികുതി ഇളവുകളൊന്നും പ്രഖ്യാപിക്കരുത്. ഈ അന്താരാഷ്ട്ര രാജ്യാന്തര നാണയ നിധി IMF ബ്രിട്ടനോട് ഇങ്ങനെ കാര്യങ്ങൾ പറയുകയും ബ്രിട്ടൻ ഇത് അംഗീകരിക്കുകയും ചെയ്യുമെങ്കിൽ ഇന്ത്യയോടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയേണ്ടതല്ലേ? ഇന്ത്യയും ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയേണ്ടതല്ലേ? നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 47-3-50, അതായത് 47-3-50, 50-74, 77. ഈ 77 വർഷത്തിൽ 10 വർഷം BJP ഭരിച്ചു, അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഭരിച്ചു. അതിനു മുമ്പുള്ള 60 വർഷം ഇവിടെ ഭരിച്ച എല്ലാവരും കൂടെ, കോൺഗ്രസും അവരുടെ മന്ത്രിമാരും വാജ്പേയി ഉൾപ്പെടുന്ന BJP ഗവൺമെൻറ്റും എല്ലാവരും കൂടെ ഭരിച്ചപ്പം അവരെടുത്ത കടമാണ് 50 ലക്ഷം കോടി രൂപ. 10 വർഷം കൊണ്ട് നരേന്ദ്രമോദി എടുത്ത കടമാണ് 155 ലക്ഷം കോടി രൂപ. 10 വർഷം കൊണ്ട് എടുത്തതായി ഇത്. അതിന് മുമ്പ് ഭരിച്ചവരെല്ലാം കൂടി 60 വർഷം കൊണ്ട് അവരെടുത്തതാണ്. മൊത്തം 205 ലക്ഷം കോടി രൂപ ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിന് കടമുണ്ടെന്ന് പറയുന്നതിൽ ആദ്യത്തെ 60 വർഷം ഭരിച്ച സകലരും, അതിൽ BJP ഭരിച്ച വാജ്പേയി ഗവൺമെൻറ് ഉൾപ്പെടെ, അദ്ദേഹം ഉൾപ്പെടെയുള്ള ഗവൺമെൻറ് 60 വർഷം കൊണ്ട് എടുത്ത ലോണാണ് 60 ലക്ഷം കോടി. ഇദ്ദേഹം 10 വർഷം കൊണ്ട് എടുത്തതാണ്
155 ലക്ഷം കോടി. അപ്പോൾ സ്വാഭാവികമായിട്ട് എനിക്കുണ്ടായ ഒരു ചോദ്യവും ചിന്തയും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അതിതാണ്, അന്താരാഷ്ട്ര നാണയനിധി ഇതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാവാം മേലെ. ഉണ്ടെങ്കിലും ഇന്ത്യക്കാരായ നമ്മളിതൊന്നും അറിയാൻ പോകുന്നില്ല എന്ന യാഥാർത്ഥ്യം. ഇംഗ്ലണ്ടിനോട് ഈ കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു. അപ്പോൾ അവിടുത്തെ പ്രധാനമന്ത്രിക്ക് മനസ്സിലായി നല്ല സമയമാണ്. അവിടുത്തെ ജനത്തിനും കാര്യം മനസ്സിലായി. അവിടുത്തെ ജനത്തിനെ അമ്പലം കാണിച്ചും പള്ളി കാണിച്ചും മതം പറഞ്ഞും കൊടി കാണിച്ചും ഒന്നും വോട്ട് ചെയ്യിക്കാൻ പറ്റില്ല. തലയ്ക്ക് വെളിവും വെള്ളിയാഴ്ച ഉള്ളതുകൊണ്ട് അവിടുത്തെ സാഹചര്യങ്ങൾ ഇപ്പോൾ അനുകൂലമാണെന്ന് അവിടുത്തെ പ്രധാനമന്ത്രി ജനത്തോട് പറഞ്ഞു. ഇലക്ഷനെ നേരിടാൻ പോവുക. എങ്ങനെയാകുമെന്ന് ദൈവത്തിനറിയാം. 11% വിലക്കയറ്റം ഉണ്ടായിരുന്നത് 2.3% കുറയ്ക്കാൻ ഒരു ഇന്ത്യക്കാരനെ കൊണ്ട് അവിടെ കഴിഞ്ഞു എന്ന് കേൾക്കുമ്പോൾ അത് നമുക്കൊരഭിമാനമാണ്. ഇതിനു മുമ്പ് ഞാനിതുപോലെ കേട്ടിട്ടുണ്ട്. അമേരിക്ക വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോയപ്പോൾ അവരെന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ചൊരു അഭിപ്രായം ചോദിച്ചത് ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗിനോടെ കുറിച്ചാണ് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം സാമ്പത്തിക വിദഗ്ധനായിരുന്നു. ലോകം വലിയ പ്രതിസന്ധികളിലേക്ക് പോയപ്പോഴും ഇന്ത്യയെ തകരാതെ പിടിച്ചു നിർത്താൻ കഴിവുള്ള ഒരു മനുഷ്യനായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഋഷി സുനക്കിന് വീണ്ടും അധികാരത്തിൽ വരാൻ കഴിയട്ടെ. വീണ്ടും ആ രാജ്യം നല്ല രീതിയിലേക്ക് പോകട്ടെ. നമ്മുടെ ഇവിടുന്ന് പോകുന്ന അനേക കുഞ്ഞുങ്ങൾക്കെങ്കിലും ജീവനും ജീവിതവും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.